ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. അമ്മയെ പോലുള്ള സ്നേഹം. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു പശു അതിൻ്റെ പൈക്കിടാവിനെ സ്നേഹിക്കുന്നത്. പശുവിൻ്റെ അകിട് എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കും. പൈക്കിടാവ് എപ്പോഴെല്ലാം ഓടിവന്ന് അകിടിനെ തട്ടുമ്പോഴും പശു പാൽ ചുരത്തി കൊടുക്കും. അതേമാതിരി മനുഷ്യജാതിയിലും അമ്മയ്ക്കറിയാം എപ്പോഴാണ് കുഞ്ഞിന് മുലപ്പാൽ ഊട്ടേണ്ടതെന്ന്. ആ പ്രവൃത്തി തക്ക സമയത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കുട്ടിയെ അണിയിച്ചൊരുക്കുന്നതിലെല്ലാം അമ്മ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. നേരെ മറിച്ച് കുട്ടിക്ക് ഈ അലങ്കാരത്തിൽ ശ്രദ്ധയോ അറിവോ ഉണ്ടാവില്ല. പക്ഷേ അമ്മയ്ക്കുള്ള സന്തോഷം അതിരറ്റതാണ്. തൻ്റെ കുട്ടിയെ ഭംഗിയായി അലങ്കരിച്ച് കാണുമ്പോൾ എപ്പോഴും അമ്മയുടെ മനസ്സ് അപൂർവവും വിശേഷപ്പെട്ടതും അസാധാരണമായതും ഉപമിക്കാനാവാത്തതുമാണ്. സദ്ഗുരുക്കളും അവരുടെ ഭക്തരോട് ഇപ്രകാരം അമ്മയുടെ സ്നേഹം കൈക്കൊള്ളുന്നു. സായി ബാബയ്ക്ക് എന്നോട് അത്തരമൊരു സ്നേഹമായിരുന്നു. അതിനുദാഹരണമായി ഞാനൊരു സംഭവം താഴെ ചേർക്കുന്നു. 1916 ഞാൻ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞു. എനിക്ക് അനുവദിച്ച പെൻഷൻ എൻ്റെ കുടുംബത്തിൻ്റെ പരിപാലനത്തിന് പോരാത്തതായിരുന്നു. ആഷാഢമാസം ആ കൊല്ലത്തെ ഗുരുപൂർണിമ ദിവസം ഞാൻ മറ്റു ഭക്തരോടുകൂടി ഷിർദിക്ക് ചെന്നു. അവിടെ അണ്ണ ശ്രീ ചിൻ ചാനിക്കർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വേണ്ടി ബാബയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഇദ്ദേഹത്തെ ദയവായി നോക്കുക. പെൻഷനായി കിട്ടുന്ന തുക പോരാതെ വരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരുന്നു. വേറെ വല്ല ജോലിയും കൊടുക്കുക. മനക്ലേശത്തെ നിവർത്തിച്ച് അദ്ദേഹത്തെ സന്തോഷഭരിതനാക്കുക. ബാബ പറഞ്ഞു, അയാൾക്ക് വേറൊരു ജോലി കിട്ടും. പക്ഷേ ഇപ്പോൾ എനിക്ക് സേവ ചെയ്ത് സന്തോഷഭരിതനാവണം. അയാളുടെ പാത്രങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കും, ഒരിക്കലും ഒഴിഞ്ഞു കാണില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും എന്നിലായിരിക്കണം. നാസ്തികന്മാർ, അധർമ്മികൾ, ക്രൂരമായ ആളുകൾ തുടങ്ങിയവരുമായി ഇടപെടരുത്. അവൻ എപ്പോഴും എളിയവനും ദയാലുവും എല്ലാവരോടും സ്നേഹമുള്ളവനുമായി പെരുമാറണം. എന്നെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പൂജിക്കണം. ഇത് ചെയ്താൽ അവന് എപ്പോഴും മനഃശാന്തിയും സന്തോഷവും ലഭിക്കും. ആരാണീ അവൻ? അവനെ പ്രാർത്ഥിക്കണം എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആരാണ് ബാബ എന്ന് പൂർവാംഗ പ്രസ്താവനയിൽ തന്നിട്ടുണ്ടല്ലോ. ശ്രീ സായിനാഥൻ നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.